നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്താണ്? അതുപോലെ നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ യസാലു അബ്ദി യത്തഖറബു ഇലയ്യ ബിന്നവാഫിലി. സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും എന്ന്. ഫർളായ കാര്യം നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്, അതെന്തായാലും ചെയ്യണം. പക്ഷേ ഫർളിനോടുകൂടെ സുന്നത്തും കൂടി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുന്നത് എന്നാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫർള് മാത്രം ചെയ്താൽ മതിയോ? പോരാ. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ സുന്നത്തും കൂടി ചെയ്യണം എന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണ്? സുന്നത്തായ കാര്യം കൂടി ചെയ്യുക. ഫർളിനോടൊപ്പം സുന്നത്തായ കാര്യം കൂടി ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ പ്രവർത്തനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. എന്നാലോ അങ്ങനെ അല്ലാഹു തആല സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മളോട് അടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്താൽ എന്താണ് സംഭവിക്കുക? ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും. എന്നിട്ടോ ഫഇദാ അഹ്ബബ്തഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആരാ? ഈ സുന്നത്തായ കാര്യം ചെയ്യുന്ന ആളെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. അപ്പോൾ അല്ലാഹു തആല ആ കാതിന് ശക്തി കൊടുക്കും, ആ ചെവിക്ക് ശക്തി കൊടുക്കും. എന്ത് ശക്തി? സാധാരണ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലാഹു തആല ആർക്ക് കേൾപ്പിച്ചു കൊടുക്കും? ഈ സുന്നത്തായ കാര്യം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താക്ക്. ഫർളിനോടൊപ്പം സുന്നത്തും കൂടി ചെയ്ത ആൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? കേൾപ്പിച്ചു കൊടുക്കും. നമുക്ക് കേൾക്കാൻ കഴിയാത്ത, സാധാരണ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യും? ഈ സുന്നത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ആൾക്ക് കേൾപ്പിച്ചു കൊടുക്കും. അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കേൾക്കാത്ത അവർ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആർക്ക് കേൾക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിനോട് അടുത്ത ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ്. അപ്പം നമുക്കും അങ്ങനെ കഴിയും. നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താൽ അവൻ കേൾക്കുന്ന കാത് ഞാനാകും എന്ന് പറഞ്ഞാൽ ആ കേൾവി ശക്തി അല്ലാഹു തആല കൊടുക്കും. ഏത് ശക്തി? നമ്മളൊന്നും കേൾക്കാത്ത, സാധാരണ ജനങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? കേൾപ്പിക്കും. ദൂരെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കും. അള്ളാഹു കേൾപ്പിക്കും. അള്ളാഹ് കൊടുക്കല്ലേ. അള്ളാഹ് ഒരാൾക്കൊരു കഴിവ് കൊടുക്കാൻ വിചാരിച്ചാൽ അള്ളാഹ്ക്ക് കഴിയല്ലോ കൊടുക്കാൻ, കേൾപ്പിക്കാൻ കഴിയല്ലോ. മാത്രമല്ല വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും എന്ന്. അപ്പോൾ നമ്മൾ കാണാത്തൊക്കെ കാണാൻ ആർക്ക് കഴിയും? സാധാരണ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഈ സുന്നത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുത്താക്ക് കാണാൻ കഴിയും എന്ന്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കാണാൻ കഴിയും. മറയോടുകൂടെയുള്ള ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളെ വയറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യം, അതൊക്കെ എന്ത് ചെയ്യും? പറയാൻ കഴിയും. ഒരു ഗർഭിണിയായ ഒരു സഹോദരി, ആ സഹോദരിൻ്റെ വയറ്റിലുള്ള കുഞ്ഞേതാണെന്ന് പറയാൻ ആർക്ക് കഴിയും? അള്ളാഹുവിലേക്ക് അടുത്ത ഔലിയാക്കൾക്ക് കഴിയും. അപ്പോൾ
വയദഹുല്ലത്തി യബ്തിഷു ബിഹി, മാത്രമല്ല അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്ന്. അപ്പോൾ കൈക്ക് അല്ലാഹു തആല ഒരു ശക്തി കൊടുക്കും. വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന കൈ അല്ലാഹു തആല കൊടുക്കും. അത്ഭുതങ്ങൾ കാണിക്കുന്ന കൈ അല്ലാഹു തആല കൊടുക്കും. മാത്രമല്ല വരിജ്ലഹുല്ലത്തി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ കാലിന് വലിയ ശക്തി അല്ലാഹു തആല കൊടുക്കും. അത്ഭുതങ്ങൾ കാണിക്കുന്ന കാലായിരിക്കും ആ കാല്. പെട്ടെന്ന് സ്ഥലങ്ങളിലൊക്കെ എത്താൻ കഴിയും. അതുപോലെ ഉള്ള കഴിവുകൾ അല്ലാഹു തആല കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വ ഇൻ സഅലനീ, എന്നോട് അവൻ ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ, ലഉതിയന്നഹു, ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. സുന്നത്ത് ചെയ്ത് എന്നിലേക്ക് അടുത്ത ആളെ എന്തെങ്കിലും എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവേ ഇന്ന ആളെ രോഗം നീ ഷിഫയാക്കണമെന്ന് പറഞ്ഞാൽ അത് ഷിഫയാക്കി കൊടുക്കും. ഇവർ പറയുന്നത് പോലെ അല്ലാഹു തആല എന്ത് ചെയ്യും? ആക്കി കൊടുക്കും എന്ന്. വല ഇൻ ഇസ്തആദനി ലഉഈദന്നഹു, എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ കാക്കുക തന്നെ ചെയ്യും. എന്നോട് കാവലിനെ ചോദിച്ചു, അല്ലാഹുവേ ഞങ്ങളെ ഈ വരുന്ന ആപത്തിനെ തൊട്ട് കാക്കണേന്ന് ആ സുന്നത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്ത ആള് ദുആ ചെയ്താൽ അത് കാക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആലയിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണ്? സുന്നത്തായ കാര്യങ്ങളും കൂടി ചെയ്യുക. ഫർദിനോടൊപ്പം സുന്നത്തും കൂടി ചെയ്യുക. സുന്നത്ത്, നിരവധി സുന്നത്തുകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയും എന്ന്. ഇനി അല്ലാഹു തആല പറയാണ്, വ ഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ തഖറബ്തു ഇലൈഹി ദിറാഅ. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഒരു ചാൺ എന്നോട് എൻ്റെ അടിമ അടുത്താൽ ഒരു മുഴം ഞാൻ അവനോട് അടുക്കും. ഒരു ചാണ് ദൂരം അല്ലാഹുവിനോട് ഒരാൾ അടുത്താൽ അല്ലാഹു തആല എന്ത് ചെയ്യും? ഒരു മുഴം അടുക്കും. വ ഇൻ തഖറബ ഇലയ്യ ദിറാഅൻ, ഒരു മുഴം അവൻ എന്നോട് അടുത്താൽ, അല്ലാഹുവിൻ്റെ അടിമയായ നമ്മൾ അടുത്താൽ, തഖറബ്തു ഇലൈഹി ബാഅൻ, ഒരു മാറ് ഞാൻ അവനോട് അടുക്കും. ഒരു മാറ് എന്ന ഒരു കൈ മുഴുവനായിട്ട് ഞാൻ അടുക്കും. വ ഇൻ അതാനി യംശി, അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ, അല്ലാഹു തആല പറയാണ്, ഒരടിമ അല്ലാഹുവിലേക്ക് നടന്നു വന്നാൽ, അതൈതുഹു ഹർവലത്തൻ, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്ന്. ഇതൊക്കെ പറഞ്ഞ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അല്ലാഹു തആലാനോട് നമ്മൾ അങ്ങോട്ട് അടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഇങ്ങോട്ട് വേഗം അടുക്കുന്നവനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കം, നമ്മൾ അല്ലാഹുവിനോട് അടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു ഇങ്ങോട്ട് അതിനേക്കാൾ സ്പീഡിൽ അടുക്കാൻ തയ്യാറാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് അടുക്കാൻ ശ്രമിക്കണം. അതിന് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം. സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്താലോ അല്ലാഹു നമ്മളോട് അടുക്കും. അപ്പോൾ നമ്മളിൽ അതിൻ്റെ അടയാളങ്ങളാണ് പറഞ്ഞൊക്കെ. നമ്മളെ കൈ അത്ഭുതമുള്ള കൈയായിരിക്കും. കണ്ണ്, ചെവി, കാല്, ഇതെല്ലാം എന്തായിരിക്കും? അത്ഭുതങ്ങൾ കാണിക്കും. നമുക്ക് പലതും കേൾക്കാൻ കഴിയും. സാധാരണ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത് നമുക്ക് കഴിയും. ഇതൊക്കെ ലഭിച്ചവർ നമുക്ക് ചുറ്റുമുണ്ട്. ആരാ? മരണപ്പെട്ടു പോയ ഒരുപാട് ഔലിയാക്കൾ അല്ലേ? നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഔലിയാക്കൾ, വലിയ മഹാന്മാർ, അവരൊക്കെ അങ്ങനത്തെ കഴിവുള്ളവരായിരുന്നു. അതുപോലെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുൻഗാമികളായ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ കഴിവ് അല്ലാഹു കൊടുത്തവരാണ്. അതെന്ത് കൊടുത്തു? അവർ സുന്നത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ഇങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കണം. അതിന് നമ്മളെന്ത് ചെയ്യണം? സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്താൽ നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും.
ഇത് ആണിനും പെണ്ണിനൊക്കെ പറ്റൂട്ടോ. ഇത് അവൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു പെണ്ണിനും സാധിക്കും, ആണിനും സാധിക്കും, പെണ്ണിനും ഈ ശ്രേഷ്ഠതകളൊക്കെ പെണ്ണിനും ലഭിക്കും. ഒരുപാട് മഹതിമാരും ഉണ്ടല്ലോ, പുരുഷന്മാർ മാത്രമല്ലല്ലോ, മഹതിമാരുണ്ട്. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയെ പോലെ, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹയെ പോലെ തുടങ്ങി ഒരുപാട് മഹതിമാരില്ലേ അത്ഭുതങ്ങൾ കാണിച്ച. എത്ര അത്ഭുതങ്ങളാണ് അവർ കാണിച്ചത്. അങ്ങനത്തെ അത്ഭുതങ്ങൾ സ്ത്രീകൾക്കും സാധിക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ കഴിയും. അള്ളാഹുവിനോട് അടുക്കാൻ കഴിയും, നമുക്കൊക്കെ കഴിയും. അള്ളാഹു തആല നമുക്ക് അവനോട് സുന്നത്തുകൾ ചെയ്ത് അടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നലെ വിട്ട ക്ലാസ് ഞാൻ മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എത്തിച്ചു കൊടുത്തു. ഒരുപാട് ആളുകൾ ആ ക്ലാസ്സുകൾ കേട്ടു. അൽഹംദുലില്ലാഹ്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ്സും മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും ചെയ്യണം. നിങ്ങൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യണം എന്നോർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല അറിവുകൾ കേൾക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.